ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. കുറച്ചു കഴിയുമ്പോൾ ഉണർന്നോളും. ഞാനും കൂടിയ കാരണം. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, അത് വരും. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അവള് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ തന്നെ സച്ചിയെ വിളിച്ച് പറയണായിരുന്നു. എങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു. വക്കീലെ, ഇത് വക്കീലിന്റെ കുറ്റമല്ല. എന്റെ കുടുംബത്തിന് എന്തോ ഒരു ദുർവിധി സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഞങ്ങളെ അനുഭവിക്കുന്നതല്ല. ആദ്യം അച്ഛൻ, അതിന്റെ കൂടെ ബിസിനസ്, പിന്നെ എന്റെ അർച്ചനയും കുഞ്ഞും. എത്ര കൊല്ലങ്ങളായി ഈ അലച്ചിൽ തുടങ്ങിയിട്ട്. ഇനിയും എന്തൊക്കെ സംഭവിക്കാനുണ്ടെന്ന് ആർക്കറിയാം. പക്ഷേ എന്തു വന്നാലും നേരിട്ടേ പറ്റൂ. അല്ലാതെ ചാകാൻ പറ്റില്ലല്ലോ. സച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ആശ്വാസമാവില്ല. ഞാൻ അവളെ പറഞ്ഞു തിരുത്താൻ ഒന്നുകൂടി പരിശ്രമിക്കണമായിരുന്നു. പക്ഷെ അവളുടെ മണ്ടൻ ബുദ്ധിക്ക് ഞാൻ ഒരു നിമിഷം സമ്മതിച്ചു പോയി. ആ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോ സന്ദീപ് ചിലപ്പോ തിരിച്ചു വരുമെന്ന് അവളെ പോലെ ഞാനും വിശ്വസിച്ചു. അവന്റെ മനസ്സ് കല്ലായിപ്പോയി. നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല.